നിങ്ങളീ കാണുന്നത് ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആണ്. ഇത് പെട്ടൂണിയ എന്നാണ് പറയണത്. അപ്പോൾ ഇത് നേറ്റീവ് ടു സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ പെറു, ബൊളീവിയ ആ ഏരിയയൊക്കെ വരും. അർജന്റീന. പിന്നെ അത് ട്രംപറ്റ് ഷേപ്ഡ് ഫ്ലവേഴ്സ് ആണ്. പിന്നെ നന്നായിട്ട് ബ്ലൂം ചെയ്യും. സ്പ്രിങ് മുതൽ ഓട്ടം ലാസ്റ്റിൽ വരുന്ന മഞ്ഞ അല്ലെങ്കിൽ ഫസ്റ്റ് വിന്റർ സ്നോ വരെ നന്നായിട്ട് ബ്ലൂം ചെയ്യും. പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്, 20-ൽ പരം വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളത് പറഞ്ഞാൽ 6 മണിക്കൂറിലധികം ഡയറക്റ്റ് സൺലൈറ്റ് വേണം ഇതിന്. പിന്നെ നല്ല നനവ് വേണം. പിന്നെ ഈ വാട്ടർ സോല്യുബിൾ ബ്ലൂം ബൂസ്റ്റിംഗ് ഫെർട്ടിലൈസർ എല്ലാ 1-2 ആഴ്ചയും കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ മായൻസ് ആൻഡ് ഇങ്ക സിവിലൈസേഷനിൽ ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. അവർ ബാഡ് സ്പിരിറ്റ്സിനെയൊക്കെ വാർഡ് ഓഫ് ചെയ്യാൻ ഈ പെറ്റൂണിയ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഒരു സൗത്ത് അമേരിക്കൻ നേറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ അത് അമേരിക്കയിൽ കൊമേഴ്ഷ്യൽ പ്ലാന്റായി മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുതിയ വെറൈറ്റീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ ജനറ്റിക്കലി മോഡിഫൈഡ് ബയോ ലൂമിനസൻസ് ഉള്ള വെറൈറ്റിയൊക്കെ ഹൈബ്രിഡാന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് ഫയർഫ്ലൈ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും വലിയ പറയാനൊന്നുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അത് ഓരോ വെറൈറ്റിക്ക് ഓരോ നുക്ക് ആൻഡ് ക്രാനി ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഈവൻ ബ്ലാക്ക് വെറൈറ്റി വരെ ഉണ്ട്, ഹാർഡ് ബ്ലാക്ക്. അപ്പോൾ തൽക്കാലം ഞാനിത് ഇവിടെ നിർത്തണം. പിന്നെ അതിനെപ്പറ്റി പറയാനുള്ള കുറേ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് പറയുന്നുള്ളൂ. അത് ഞാൻ കുറച്ച് നേരം കൂടി കാണിച്ചേക്കാം.